ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, അതിരൂപതയുടെ അഭിമാന പദ്ധതിയായ നൂറുമേനി സീസൺ 4. നൂറുമേനി എങ്ങനെ നമുക്ക് ഹൃദയത്തിൽ പകർത്താം? കാച്ചാങ്കോടത്തച്ഛനെ നൂറുമേനിയുടെ ഗ്രാൻഡ് ഫിനാലയിൽ മത്സരാർത്ഥികളുടെ പേര് വിവരങ്ങൾ പ്രഖ്യാപിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വളരെയേറെ സന്തോഷവും ഹൃദയം നിറഞ്ഞതുമായിട്ടുള്ളൊരു കാര്യമാണ് നൂറുമേനിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കുചേരുക എന്ന് പറയുക. വചനം പഠിച്ച ആളുകളുടെ കൂട്ടത്തിൽ ചേർന്ന് നിൽക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അങ്ങനെയുള്ളവരുടെ മുഖം കാണുന്നത് തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ വചനം അവർക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വചനം പ്രസംഗിക്കുന്നവരുടെ പാഠങ്ങൾ പോലും എത്ര മനോഹരമാണ് എന്നതാണ് വചനം പറയുക. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു വലിയ വിശുദ്ധരുടെ ഗണത്തെ രൂപപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഈ നൂറുമേനി എന്ന് പറയുന്ന പ്രവൃത്തി. ആ പ്രവൃത്തിയിൽ അതിരൂപത തലത്തിൽ ഏറ്റവും കൂടുതൽ വചനം പഠിച്ച് ഏറ്റവും കൃത്യമായ രീതിയിൽ വചനം പഠിച്ച് വന്ന 5 കുടുംബങ്ങളെയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അവരാണ് ഗ്രാൻഡ് ഫിനാലിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആളുകൾ. ഞാൻ അവരുടെ പേരുകൾ ഒന്ന് വായിക്കുകയാണ്. കുട്ടനാട് റീജിയനിൽ നിന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് നർബോനപുരത്ത് നിന്നുള്ള ലിസമ്മ ജോസഫ് നൂറ്റെട്ടിൽ ആൻഡ് ഫാമിലി. നെടുകുന്നം റീജിയനിൽ നിന്ന് സെൻറ്റ് ജോസഫ് ചർച്ച് ചമ്പക്കര ഇടവകയിലെ ജിസ ജോർജ് കുരിക്കാട്ട് ആൻഡ് ഫാമിലി. ചങ്ങനാശ്ശേരി റീജിയനിൽ നിന്ന് സെൻറ്റ് മേരീസ് ചർച്ച് പാറയിൽ ഇടവക കാർമൽ ജോസ് മാറാട്ടുകളം ആൻഡ് ഫാമിലി. കോട്ടയം റീജിയനിൽ നിന്ന് വർഗീസ് കുരുവിള കുന്നുംപുറത്ത് ആൻഡ് ഫാമിലി, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് കുടമാളൂരിൽ നിന്നുള്ള ആളാണ്. തിരുവനന്തപുരം റീജിയനിൽ നിന്ന് സെൻറ്റ് അൽഫോൻസ ചർച്ച് പൊങ്ങമ്മൂട് നിന്നുള്ള NF ഫ്രാൻസിസ് നാഞ്ഞിലത്ത് ആൻഡ് ഫാമിലി. ഇത്രയും പേരാണ് അതിരൂപത തലത്തിലെ ഏറ്റവും ഉന്നതമായ രീതിയിൽ ഓരോ റീജിയനിൽ നിന്നും ഫൈനൽ മത്സരത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്ന ആളുകൾ. അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ സന്തോഷമുള്ളത് ഈ എല്ലാ റീജിയനിലും നടന്ന റീജിയണൽ മത്സരങ്ങളിൽ വളരെ മത്സരാത്മകമായ രീതിയിലാണ് എല്ലാ ടീമുകളും മത്സരിച്ചത്. എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എല്ലാ ടീമുകളും. എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞിരിക്കുന്ന വചനഭാഗം മുഴുവൻ അരച്ച് കലക്കി കുടിച്ചവരാണ്, ഭക്ഷിച്ചവരാണ് അന്ന് മത്സരത്തിന് വന്നിരുന്ന എല്ലാവരും എന്നാണ് ക്വിസ് മാസ്റ്റേഴ്സ് എല്ലാവരും തന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ സന്തോഷം. ഒരു മത്സരത്തിൽ വിജയികളാകുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി വചന മത്സരത്തിൽ ഏറ്റവും വലിയ വിജയികളാകുക എന്ന് പറയുന്നത് സ്വർഗത്തിൽ പേരെഴുതുന്നതിന് തുല്യമാണ്. കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങളുടെ കഥകളൊക്കെ ശിഷ്യന്മാർ തിരിച്ചു വന്ന് പറയും. പക്ഷേ അവസാനം കർത്താവ് പറഞ്ഞതാണ്, ഇതിലൊന്നും അല്ല നിങ്ങൾ അഭിമാനിക്കേണ്ടത്, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിലാണ്. ഈ വചനം പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടതാണ്. കാരണം സ്വർഗം എഴുതിയ വചനമാണ് അവരുടെ ഹൃദയം നിറച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നതിനെ കൂടുതലായി ഒരു വിശുദ്ധരുടെ ഗണം എന്ന നിലയിൽ അവരെല്ലാവരെയും ബഹുമാനത്തോടെ കാണുന്നു, ആദരവോടെ കാണുന്നു. സഭ മുഴുവൻ പ്രത്യേകം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.